നമ്മളിപ്പോൾ ഗുരുവായൂർ പോകാൻ പോവാണേ. നമ്മൾ ഇന്നലെ രാത്രി പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ്. അങ്ങനെ എന്താ പറയുക, ആദ്യം തീരുമാനിച്ചെന്നല്ല, ഇന്നലെ രാത്രി ഒന്ന് ഗുരുവായൂർ പോയാലോ ഒന്ന്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോവാണ്. നല്ല മഴയുണ്ട്. എന്തായാലും നമ്മൾ ഒരിത്തർ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ അതിൽ മാറ്റമൊന്നുമില്ല. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ നല്ലോണം വിശപ്പുണ്ടേനും. അപ്പം നമ്മൾ കൊയിലാണ്ടിലുള്ള ഏതോ ഒരു കടയിൽ കയറിയിരുന്നു. അപ്പോൾ അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടേനു. എക്സ്ട്രാ മുട്ട പറഞ്ഞേ അതെയാ, അത് നമുക്ക് കടക്കടക്ക് നിർത്തിയിട്ട് തിന്നാ പോരെ. കോലം കണ്ടില്ലേ ഗേസ്, മൊത്തം ചളിയൊക്കെ മുഖത്തൊക്കെ ആയിട്ട് ഫുൾ പണിയായിട്ടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെയുള്ള. ഇപ്പൊ നമ്മള് എവിടെയൊക്കെ ഏതോ ഇടിമുഴക്കിലാണ് എത്തിയത്. നമ്മുടെ സ്ഥലം കുറച്ച് മാറിപ്പോയി. മേപ്പ് നോക്കിയിട്ടാണ് ഇറങ്ങിയ. മേപ്പ് നമ്മളെ ചതിച്ച്. സത്യം പറഞ്ഞാൽ വഴി തെറ്റിയോന്നൊരു ഡൗട്ട് ഉണ്ടേനു. അപ്പോൾ ഗുരുവായൂരിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറി. നമ്മളിപ്പോൾ എവിടെയാ ഉള്ളതെന്നൊന്നും അറിഞ്ഞൂടെ ഗെയ്സ്. പക്ഷെ നമ്മൾ ഗുരുവായൂർ എത്താറായെന്ന് തോന്നുന്നേ. ഇരുന്നിരുന്ന് മനുഷ്യൻ്റെ ഊപ്പാട് പോയി. അവിടെ കുറച്ച് നമ്മളുടെ ബൈക്ക് നിർത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ കാണാനും നല്ല രസമുണ്ട്. ദൂരെ നിന്ന് പശുക്കളൊക്കെ മേയുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമ്മളിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ ഇപ്പോൾ ഒരു റൂം എടുത്തിട്ട് അവിടെയുള്ള ഇവിടെ റൂം കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. എന്താന്ന് വെച്ചാൽ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ബുക്ക് ചെയ്യാണ്ട് വരുന്നവർക്കൊന്നും റൂമൊന്നുമില്ല. ഇത് നമ്മൾ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിപ്പോയാണ്. കുറേ നമ്മൾ തിരഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഏട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഒറ്റ റൂമുണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ കുറേ ആളുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്തോ ഒരു ഭാഗ്യത്തിന് ഈ റൂം തന്നെ കിട്ടി. നമ്മൾ വിചാരിച്ച റൂമൊന്നും ഇല്ലാണ്ട് മേലോട്ടൊക്കെ ഇരിക്കേണ്ടി ഒരു രാത്രി. ഇത് എൻ്റെ മുകളിൽ ഫുള്ള് കരിവാളിച്ചിട്ടുള്ള കേസ്, ഫുള്ളും മറ്റേ കരിയും പൊടിയെല്ലായിട്ടുള്ള. ഇപ്പം തന്നെ കുറേ കഴുകിയിട്ട് ഇങ്ങനെയും ആക്കിയെടുത്തേ. റോഡ് ഭയങ്കര അബദ്ധമാണ്. മഴയും കൂടി ഉള്ളതുകൊണ്ട് വല്ലാതെ എന്താ പറയുക, പണി കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്കും നമ്മളെല്ലാം കോലം കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ടയേർഡായിട്ടുള്ള. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാന്ന്. അങ്ങനെ നമ്മൾ നല്ലൊരു സദ്യ കഴിക്കാനായിട്ടിരുന്ന്. പിന്നെ നമുക്ക് കുറച്ച് തോർത്തും മുണ്ടൊക്കെ വാങ്ങാനുണ്ടേനും. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടേനും. അപ്പോൾ അവിടെ പോയിട്ട് തോർത്തും മുണ്ടൊക്കെ വാങ്ങി. കുളിച്ച് ഫ്രഷായി എനിക്കിപ്പോൾ ഗുരുവായൂരേക്ക് പോവാണ്. ഈ ലോഡ്ജിൻ്റെ മുന്നിൽ തന്നെ ഗുരുവായൂർ അമ്പലം വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഗുരുവായൂരേക്ക് പോവാം. സാരംഗ് ഇവിടെ നിന്നിട്ട് ക്രിക്കറ്റ് കാണാന്ന്. അമ്പലത്തിൽ പോകേണ്ട ഓർമ്മയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് ഗുരുവായൂരെ കുളം അല്ലേ. അതിൻ്റെ നടുക്ക് എന്തോ ഒരു വിഗ്രഹം പോലെ ഉണ്ട്. അതൊന്നാന്ന് മനസ്സിലാവുന്നില്ല. ആ വലിയ കുളമാണ്. സാരംഗ് കാല് കഴുകാൻ പോവാന്ന്. സാരംഗ് മാത്രല്ല ഞാനും. മീനൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ. ഇതാ വലിയ മീനുണ്ട്. നേരത്തെ നമ്മൾ കണ്ടൊരു വിഗ്രഹം ഒന്നാണ് ഇത്. അതിന്റെ നടുക്കുള്ള അത് കൃഷ്ണന്റെ വിഗ്രഹാണ്. ഓടക്കൊലൊക്കെ പിടിച്ചിരിക്കുന്ന കൃഷ്ണൻ. അപ്പൊ നമ്മള് കാല് കഴുകാൻ വലിയ മീനാണ് കേട്ടോ. നല്ല വണ്ണമുണ്ട്. പോയി കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കുന്നതായിട്ട് ആമയ്ക്ക് ചമ്മലായിട്ട് ആമ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ്. നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നിരുല്ല. ആമ ചേട്ടൻ അങ്ങ് പൊങ്ങിയിട്ടുണ്ട് ഗൈസ്. അയ്യോ, നമ്മളെ കണ്ടപ്പോൾ അത് പിന്നെയും പോയി.
അത് വീഡിയോ ഒക്കെ മുന്നിൽ വരുന്നില്ല കേട്ടോ. ആമയ്ക്ക് ഭയങ്കര നാണാന്ന്. അപ്പം നമുക്ക് വരുമ്പേന് കിട്ടുമോ നോക്കാം. നമ്മൾ കാലൊക്കെ കഴുകി ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്ന് ശനിയാഴ്ച ആയോണ്ടോ അതോ മഴയാണ്ട് ആയോണ്ടാന്നറിയില്ല, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ നിന്നാണ് കല്യാണമൊക്കെ നടക്കുക, താലികെട്ടൊക്കെ. ഇതുപോലത്തെ 2-4 അടുപ്പിച്ചിങ്ങനെയുണ്ട്. ഞാൻ ഇത്രയും വലിയ ഫാന് കണ്ടപ്പോൾ ഒന്ന് എടുത്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫാന് കാണുന്നത്. മറ്റേ ഇതുപോലെ ഉണ്ട്, സ്പൈഡറിനെ പോലെ ഉണ്ട് കാണാൻ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കൊന്നും കാണുന്നില്ല, ആളുകളൊക്കെ കുറവാണ്. സാധാരണ ഗുരുവായൂരപ്പം തിരക്കെന്നാണ് പറയുന്നേക്കല്. പക്ഷെ നമ്മളെത്തിപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ചിലപ്പോൾ സന്ധ്യയാകുമ്പോൾ ആൾ കൂടുമായിരിക്കും. ആ ഏണിമേൽ നിന്നിട്ടാണ് ആ വിളക്കിലൊക്കെ തിരിയിടുന്നത്. ഇവിടെ നിന്ന് തുലാഭാരമൊക്കെ നടത്തുക. സന്ധ്യ ആകേറാകുമ്പോഴത്തേക്കിന് ആളുകൾ കൂടുന്നുണ്ട്. ഇപ്പം തിരക്കായി വരുന്നുണ്ട് ആളുകളൊക്കെ. പക്ഷെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ വേറെ വലിയൊരു ക്യൂവിലൊക്കെ നിൽക്കണം. ചിലപ്പോൾ ഇപ്പോൾ നിന്നാൽ ഇന്ന് രാത്രിയൊക്കെ ആയിരിക്കും ദർശനം കിട്ടുക. പിന്നെ നമ്മളൊന്ന് ഡാൻസ് കാണാൻ പോയി. ഡാൻസല്ല, ക്ലാസിക്കൽ ഡാൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കാണാൻ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇവിടെ ചുറ്റും ഇരുന്നിട്ട്. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല, അവിടെ നമ്മൾ നിന്നിട്ടാണ് എടുത്തത്. ഇവിടെ നിന്നാണ് ചെറിയ കുട്ടിക്കൊക്കെ ചോറൂണ് നടത്തുന്നത്. ഇവിടെ എന്തോ ബുക്കൊക്കെ ചെയ്തിട്ട് എത്രയോ പൈസ ഒക്കെ കൊടുക്കണം, എന്നാലും മാത്രമേ ഇവിടെ നിന്ന് ചോറൂണൊക്കെ കൊടുക്കാൻ പറ്റൂ. പിന്നെ ഇതാണ് കൃഷ്ണന് കൊടുക്കുന്ന മാല. പിന്നെ താമര മുട്ടും 2 പഴമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനത്തെയാണ് കുറേ കാണുന്നത് കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. പിന്നെ ഒരു കുഞ്ഞ് കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, നല്ല രസമുണ്ട് അത് കാണാൻ, കുഞ്ഞായതുകൊണ്ട്. പിന്നെ മഞ്ചാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു വിൽക്കാൻ വെച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത് പറമ്പ് എന്നെല്ലാം കിട്ടും, അതിന് തന്നെ നല്ല വിലയും ഉണ്ട് ഇവിടെ ഇതിനൊക്കെ. പിന്നെ ഒരു പൂച്ചക്കുട്ടനെ കണ്ട്, ഇതെൻ്റെ ശങ്കരനെ പോലെ കണ്ടുകൊണ്ട് ഞാനിതിങ്ങ് വാങ്ങി. പിന്നെ നമ്മൾ പപ്പടക്കടയിലേക്ക് പോയി. ഇവിടെ വെറൈറ്റി കുറേ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് പപ്പടമൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ച്. അപ്പോഴത്തേക്ക് ഒരു 6:30 ആയിന്, പക്ഷെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവാന്ന്. ഗുരുവായൂരൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇനി നമ്മൾ തിരിച്ചു പോവാന്ന്. ഇപ്പം 5-6 മണി എങ്ങനായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകണം.